Hello folks, welcome back to another video. So ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഇപ്പോൾ ബോറടിച്ചിരുന്നപ്പം എന്തെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഐ തോട്ട് ഐ വിൽ ടോക്ക് അബൌട്ട് എൻ്റെ ലാസ്റ്റ് about 2 months trading. Okay. So the last 2 months, അതായത് 2025, ആക്ച്വലി ലാസ്റ്റ് 3 monthsനെ കുറിച്ച് സംസാരിക്കാം. സോ ഡിസംബർ, ജാനുവരി ആൻഡ് ഫെബ്രുവരി. സോ ഞാൻ ഐ തിങ്ക് എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ വാസ് വെരി ബാഡ് മന്ത് ഫോർ മീ. ഓക്കെ, സോ അത് ബാഡ് മന്ത് എന്ന് പറയാനായിട്ട് കാര്യം ട്രേഡിങ്ങിൽ അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ട്രേഡിങ് ഉള്ളൊരു മന്തായിരുന്നു അത്. എസ്പെഷ്യലി മാർക്കറ്റ്സ് കുറച്ച് ബാഡായിരുന്നു, ഫോറക്സ് മാർക്കറ്റ്സ്, ഫ്യൂച്ചേഴ്സ് ഇൻക്ലൂഡിങ്. അതിൻ്റെ കൂടെ ഇമോഷനോടെ വന്നു. സോ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു. റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ പക്കയായിരുന്നു, നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹോൾ ലോസ് എനിക്ക് തോന്നുന്നു ജാനുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ തീർത്തു. ബട്ട് പിന്നെ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജാനുവരിയും ഫെബ്രുവരി ആയപ്പോഴത്തേക്കും, അതായത് ഈ മാസം ആയപ്പോഴത്തേക്കും, ആസ് എ ട്രേഡർ ഞാൻ കുറേയും കൂടെ വളരെയധികം ഡെവലപ്ഡായി. ലൈക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം ഈ 2 മാസം ഐ വാസ് ഡൂയിങ് പ്രിറ്റി ഗുഡ് ജോബ്. ഐ തിങ്ക് ആകെ ഒരൊറ്റൊരു ട്രേഡ് മാത്രമേ, അതും ഈ ഇന്നലെ മെനങ്ങാന്നല്ല, ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് അതും ഞാൻ ഭയങ്കരമായിട്ട് റിസ്ക് കുറച്ചാണ് ചെയ്തത്. സോ ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി വെരി ബാഡ്. സോ അത് മാറ്റി വയ്ക്കുവാണെങ്കിൽ ആസ് ഒരു ഇമോഷൻ വന്നിട്ട്, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും ട്രേഡിങ് സൈക്കോളജി എന്ന് പറയുമല്ലോ, എത്ര പ്രോ ആയാലും ഐ തിങ്ക് ഈ ട്രേഡിങ് സൈക്കോളജി ഭയങ്കര ഒരു ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. മാർക്കറ്റ് ഓരോ സീസണാലിറ്റി അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ആവും, അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഇമോഷനും ഫ്ലക്ച്വേറ്റ് ആവും. അതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സോ അങ്ങനെ ഫ്ലക്ച്വേറ്റ് ആവും. ആൻഡ് ബട്ട് ദീസ് 2 months ഐ മാനേജ്ഡ് ഇറ്റ് പെർഫെക്റ്റ്ലി, ഐ തിങ്ക്. പക്ഷെ അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രേഡ് ചെയ്യുന്നത് എസ്പെഷ്യലി നാസ്ഡാക്ക് ആണ്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് ഫോറക്സിലാണ് ഞാൻ ആക്ച്വലി തുടങ്ങിയത്. എൻ്റെ ഇത് പറഞ്ഞുതരാം, ഞാൻ എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് തുടങ്ങിയത് എന്ന് പറഞ്ഞുതരാം. സോ ഫോറക്സ് ട്രേഡിംഗ് ഞാൻ തുടങ്ങിയത് ഏകദേശം ഐ തിങ്ക് ഇപ്പോൾ 2 years എഗോ ആണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു മെൻറ്ററിൻ്റെ അടുത്തും പോയി പഠിച്ചിട്ടില്ല. അതിന് ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും ഇത്രയും ടൈം എടുത്തത്. ബട്ട് ആക്ച്വലി ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും അത് നന്നായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈം എടുത്തത്. ഞാൻ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെയാണ്. ഈ ഒരു ഭാഗം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതായത് ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ USD ഈ ഒരു ചാർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ്. ഐ ഡോണ്ട് നോ വൈ. സോ ഞാൻ USD JPYയിലാണ് എൻ്റെ ഫസ്റ്റ് എക്സ്നസ് അക്കൗണ്ടിൽ ട്രേഡൊക്കെ എടുത്തത്. സോ ഈ ഒരു ഹോൾ ഇത് ഞാൻ
പ്രെഡിക്റ്റൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് ഇങ്ങനൊരു മാർക്കറ്റ് ഷിഫ്റ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാനിവിടെ ബൈയൊക്കെ ചെയ്തു. അതായത് എൻ്റെ ടോട്ടൽ $10 എന്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ $10 ഞാൻ റിസ്ക് ചെയ്തു. നോ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലായിരുന്നു. സോ $10 ഞാൻ ഇവിടെ റിസ്ക് ചെയ്തു. ആൻഡ് 1:1.4 ലൈക്ക് $14 എന്തോ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് ചെയ്തു. അത് ഡേ ടൈം ഫ്രെയിമിലായിരുന്നു ഇത്. ഓക്കെ, സോ യാ, സോ അതായിരുന്നു എൻ്റെ തുടക്കം. അതിന് മുമ്പേ ഞാൻ ആക്ച്വലി ട്രേഡിങ്ങിൽ ഉണ്ടായിരുന്നു. ബട്ട് അപ്പം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ICT, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ICT വീഡിയോസൊക്കെ കണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുന്നത്. ബട്ട് പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് പ്രോസസ്സ് ഞാൻ ഇതിനകത്തൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ സ്ട്രാറ്റജി മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് പല പല സ്ട്രാറ്റജീസ് ഞാൻ ഇതിനിടയിൽ കൂടെ സപ്ലൈ ആൻഡ് ഡിമാൻഡും പിന്നെ യുനോ ഈ ICTയുടെ തന്നെ പല പല വേരിയേഷൻസ് ഉണ്ട്. സോ അതെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ, സോ ഞാൻ എവിടെ എത്തിയില്ല. ഓക്കെ, ജസ്റ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു. ഓക്കെ, സോ അതിന് ശേഷം ഏകദേശം ഐ തിങ്ക് ഒരു 6 months 7 months 8 months ആയി കാണും ഇപ്പം പ്രോപ്പറായിട്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഞാൻ യൂറോ USD ഒക്കെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ തൊട്ട് ഞാൻ ആണ് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ മേഡ് എ പെർഫെക്റ്റ് പ്ലാൻ. ആ പ്ലാൻ ആദ്യത്തെ 4 months ലൈവ് ഫോർവേഡ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പക്ക ഒരു പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ പ്ലാനൊക്കെ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്ത് ആണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആ പ്ലാനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സോ അപ്പം അതിനകത്ത് എന്താ പറയുക, ഞാൻ ആദ്യ സമയത്ത് എടുത്ത കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നാസ്ഡാക്ക് മാത്രമേ ട്രേഡ് ചെയ്യത്തുള്ളായിരുന്നു. 2, 1 trade per day. അത് ഞാൻ ഒരു ദിവസം പോലും തെറ്റിച്ചിട്ടില്ല. ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും. ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി ഐ ഡോണ്ട് കെയർഡ് അബൌട്ട് ട്രേഡിങ്. ഞാൻ ആകെ ലൈക്ക് എൻ്റെ ടൈം ന്യൂയോർക്ക് സെഷനാണ്. സോ ന്യൂയോർക്ക് സെഷൻ ആകുമ്പോഴത്തേക്കും ചാർട്ട് ഓപ്പൺ ആക്കും, ട്രേഡ് ഉണ്ടോ നോക്കും, ട്രേഡ് എടുക്കും, ട്രേഡ് ഇല്ലെങ്കിൽ എടുക്കത്തില്ല. ദാറ്റ് വാസ് ഇറ്റ്. മന്ത്ലി 5-6 ട്രേഡുകളെ ടോട്ടൽ എടുക്കത്തുള്ളായിരുന്നു. ബട്ട് ദേ ആർ ഗുഡ് ട്രേഡ്സ്. മോസ്റ്റ് ഓഫ് ദം വെയർ വിന്നിങ് ട്രേഡ്സ്. ഓക്കെ, ഡിസംബർ മന്ത് ഒഴിച്ചു. യാ, സോ അപ്പോൾ ആ ഒരു പ്ലാനിൽ വരുമായിരുന്നു. ആൻഡ് ആ പ്ലാനിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി തുടങ്ങിയത് 1 month ago ആണ്. അതായത് പ്രോപ്പ് ഫോമിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. സോ ആ പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബെസ്റ്റ് പ്ലാൻ ഫോർ എ ബിഗിനർ ട്രേഡർ. ലൈക്ക് ഇറ്റ്സ് എ ഗ്യാരൻറ്റി. അത് ഫുൾ ഫോളോ, അത് ഒരു ലോങ് പ്രോസസ്സാണത്. ബട്ട് ഓൾമോസ്റ്റ് ഗ്യാരൻറ്റി ആണ് അത്. നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാവുമെന്ന്, പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ യു വിൽ ബി ഡെവലപ്ഡ് ആസ് എ ട്രേഡർ. അത് കംപ്ലീറ്റ്ലി ഒരു നോട്ട് 100% ഗ്യാരൻറ്റി ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് പ്ലാൻ. ഓക്കെ, ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ലൈവിലൊക്കെ വരാറുള്ള എൻ്റെ ഫ്രണ്ടുണ്ട്. സോ അവനും ഞാൻ ഈ സെയിം പ്ലാൻ, നമ്മൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. ഹീ ഈസ് ഓൾസോ ഡൂയിങ് വെരി ഗുഡ് നൗ. ഓക്കെ, സോ അതിൻ്റെ ഫസ്റ്റ് 1 month ago I started trading prop firms. ബട്ട് ഈ ലാസ്റ്റ് January to February എൻ്റെ ഇമോഷൻസും എല്ലാം റെഡി ആയപ്പോഴത്തേക്കും മാർക്കറ്റ് കണ്ടീഷൻ ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ചായി. സോ നാസ്ഡാക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഐ തിങ്ക് സെപ്റ്റംബർ ഓഗസ്റ്റ് ആ സമയത്താണ് ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. സോ ഈ വളരെ സ്ട്രെയിറ്റ് സ്മൂത്ത് റണ്ണായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ട്രേഡിങ് ആയിരുന്നു. വളരെ സ്മൂത്ത്, ലൈക്ക് ഒരു ട്രെൻഡിൽ പോവുമായിരുന്നു. ഓക്കെ, ബട്ട് ഈ ഡിസംബർ അങ്ങോട്ട് കഴിഞ്ഞ് ജാനുവരി അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും യു ക്യാൻ സീ ഹൗ ബാഡ് ഇറ്റ് ഈസ്.
ഓക്കെ, ഞാൻ 1 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ എന്നെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ലായിരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കാം. ബട്ട് നോ, ഇത് കംപ്ലീറ്റ്ലി അതായത് ഇതിനു മുമ്പ് ഡിസംബറിന് മുമ്പ് എങ്ങനെയാണോ എനിക്ക് സെറ്റപ്പ്സ് കിട്ടിക്കൊണ്ടിരുന്നത്, അങ്ങനെ എനിക്ക് ഒരു സെറ്റപ്പ്സും ഏകദേശം 3-4 മാസമായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ 2024 മെൻറ്റോർഷിപ്പ് ഞാൻ കംപ്ലീറ്റ്ലി കണ്ടിട്ട് ആണ് ഞാൻ തുടങ്ങിയത്. ആക്ച്വലി കംപ്ലീറ്റ്ലി അല്ല, അതിൻ്റെ ഒരു മെയിൻ പാർട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് അതാണ് എൻ്റെ മോഡൽ. ഓക്കെ, സോ 7:30ക്ക് 7 ശേഷം ഉണ്ടാക്കുന്ന ഈക്വൽ ഹൈ, ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ സെറ്റപ്പ്സ്. പക്ഷെ ഒരു രീതിയിലും എനിക്ക് ആ സെറ്റപ്പ്സ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് ടു ഇംപ്ലിമെൻറ്റ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇടയ്ക്ക്. ഓക്കെ, അതിനിടയിൽ വന്നതാണ് 9:30 AM ഫസ്റ്റ് പ്രസൻറ്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നെ അത് മാത്രമേ ഞാൻ പിന്നെ 9:30 ഓപ്പണിംഗ് റേഞ്ചിനെ ഞാൻ നോക്കുക. അത് ഞാൻ ആക്ച്വലി ഡിസംബറിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഡിസംബർ ആ ഒരു സമയത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ കിടിലമായിട്ട് നമ്മുടെ സൈക്കോളജി എല്ലാം മാനേജ് ചെയ്താൽ പോലും ദെയർ വിൽ ബി എ ടൈം മാർക്കറ്റ് ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെ പോകുന്നു. നിങ്ങൾക്ക് EURUSD നോക്കിയാലും സെയിം സംഭവം കാണാം. ആ ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ വെരി സ്മൂത്ത് റൺ. ഇവിടെയൊക്കെ ഒരു ബെയറിഷ് ബയാസ് ഉള്ള ഒരു ട്രേഡറിന് ഇറ്റ്സ് ഭയങ്കര ഗുഡ് ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു. ലുക്ക് അറ്റ് ഹൗ മെനി മന്ത്സ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ജാനുവരി 1 വരെ EURUSD ഒക്കെ ഒരു ട്രെൻഡിലായിരുന്നു. ബട്ട് അതിനുശേഷം EURUSDയും അതിൻ്റെ ഫുൾ ക്യാരക്ടറിസ്റ്റിക്സേ മാറി. ഇറ്റ്സ് നോട്ട് ഒരു എല്ലാ ദിവസവും ഒരു എക്സ്പാൻഷന് പകരം ഇറ്റ്സ് മോർ ഓഫ് ഒരു കൺസോൾട്ടേഷൻ നൗ. ലുക്ക് അറ്റ് ദിസ്. ഒരു രീതിയിലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലും ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ടാവാം. ബട്ട് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദം. അവർ എന്നെക്കാൾ ബെറ്റർ ആണെന്നോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയുമല്ല. കാരണം ഏതൊരു മോഡലിനായാലും ആ മോഡൽ വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ ആ മോഡൽ എന്താ പറയുക, ആ മോഡൽ അതിൻ്റെ 100% എഫിഷ്യൻസിയിൽ വർക്കാവാത്ത ഒരു ടൈം ഉണ്ടാവും. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആ സമയത്ത് ഒരിക്കലും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഓക്കെ ട്രേഡ് ചെയ്യാണ്ടിരിക്കാം ഈ മന്ത്സിൽ എന്നാണ്. ബട്ട് നോ, ദാറ്റ്സ് എ സ്റ്റുപ്പിഡ് ഐഡിയ ആക്ച്വലി. ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കരുത്. എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണിത്, എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നമ്മൾ ട്രേഡ് ചെയ്യണം. നമ്മളിതുപോലുള്ള ഹാർഡ് മാർക്കറ്റ് കണ്ടീഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റിസ്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ട്രേഡും ഫോഴ്സ് ചെയ്യാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യാ, അത്രയാണ് ആക്ച്വലി ഞാൻ എൻ്റെ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയാൻ പ്ലാൻ ചെയ്തിരുന്നത്. സോ ഇപ്പോഴും ഞാൻ സെയിം സംഭവം തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നാണ് ഫൈനലി ഒരു വിന്നിങ് ട്രേഡ് കുറേ നാൾക്ക് ശേഷം എനിക്ക് കിട്ടിയത്. ഓക്കെ, ബട്ട് ദാറ്റ് വാസ് ഒബ്വിയസ്ലി ഇന്ന് തന്നെ ഒരു ലൂസിങ് ട്രേഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഐ തിങ്ക് ഇന്നാണ് ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ദിവസം മോർ ദാൻ 1 ട്രേഡ് എടുക്കുന്നത്. ബട്ട് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഐ ഡോണ്ട് കെയർ. ഞാൻ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യും. കാരണം ഇനിയും ഐ എം നോട്ട് അഫ്രൈഡ്. ഓക്കെ, എനിക്ക് എൻ്റെ മോഡലിൽ വിശ്വാസമുണ്ട്. ഓക്കെ, ഐ നോ ഈ മാർക്കറ്റ് കണ്ടീഷൻ കുറച്ച് ബാഡ് ആയിരിക്കുന്നു. സോ എൻ്റെ ബയാസ് റൈറ്റ് ആണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ SL അടിച്ചിട്ടായിരിക്കാം ടാർഗറ്റിലേക്ക് പോകുന്നത്. സോ ഒരു ട്രേഡ് പെർ ഡേ മാത്രം വച്ചിട്ട് മേ ബി ഇന്നത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. സോ റിസ്ക് രണ്ടാമത്തിൽ വളരെ കുറവായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഐ വിൽ ഡു ട്രേഡിങ് മോർ ദാൻ 1, മേ ബി ഇഫ് ലൂസിങ് ആൻഡ്
ലൈക്ക് SL അടിച്ചിട്ട് സ്റ്റിൽ എനിക്ക് യുനോ എൻ്റെ ബയാസ് അനുസരിച്ച് മാർക്കറ്റ് പോവുകയാണെങ്കിൽ. സോ ഇന്നത്തെ എക്സാമ്പിൾ നോക്കുക. ഇവിടെ വെച്ചിട്ട് എൻ്റെ ബയാസ് ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, സോ സിംപിളി ദിസ് 715 ഈ ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്തു, മുകളിലോട്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, ആൻഡ് ഐ എൻറ്റേർഡ് ഹിയർ എയിമിങ് ദിസ്, ബട്ട് എൻ്റെ SL അടിച്ചു. ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നോ ഇന്ന് വേണമെങ്കിൽ ഞാൻ എന്നോട് എന്നൊരു ചോദ്യം ഇപ്പം ചോദിക്കുകയാണ്. ഓക്കെ, മേ ബി. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യുവാണെങ്കിൽ മോസ്റ്റ്ലി 9:30 ശേഷമാണ് ഒരു നമ്മുടെ ഡയറക്ഷണൽ മൂവ് കിട്ടുന്നത് എങ്ങോട്ടായാലും. സോ അതുകൊണ്ട് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, സോ പിന്നെ ഇവിടെ വച്ചിട്ടാണ് ഞാൻ പിന്നെ അടുത്ത ബൈ ചെയ്തത്. അത് ഞാൻ ഏർലി എക്സിറ്റ് ചെയ്തു ഇവിടെ സംതിങ്, ബട്ട് ദാറ്റ് വാസ് 1:2, സോ ദാറ്റ്സ് ഫൈൻ. ബട്ട് അപ്പം ഇന്നത്തെ എനിക്ക് എന്തായാലും ഈ ഒരു ഹോൾ റിസ്ക് എനിക്ക് എന്തായാലും ഒന്ന് കുറയ്ക്കാൻ പറ്റി. യാ, സോ യാ ആൻഡ് ഇനി ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച്, എൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഐ വിൽ ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ എൻ്റെ സ്ട്രാറ്റജിയെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഓക്കെ, സോ പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഐ വാസ് ട്രേഡിങ് വളരെ നന്നായിട്ട് ഫോർ കുറച്ച് കഴിഞ്ഞ മാസമൊക്കെ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ഞാൻ ഒരു ട്രേഡ് എടുത്തു. സോ ഫോറക്സ് പോലെ അല്ല നമ്മുടെ ലോക്കൽ മാർക്കറ്റ്, അതായത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് തന്നെ ഏതെങ്കിലും വൺ അസറ്റ് ക്ലാസ്, അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ, അത് ഒരെണ്ണം മാത്രമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സിമ്പിളാണ്. ബട്ട് ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യും. ഞാൻ ഓപ്ഷൻസിനകത്ത് പല പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. ഞാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യും. ഫ്യൂച്ചേഴ്സ് വെച്ച് ഹെഡ്ജ് ചെയ്യും. അങ്ങനെ പല പല സ്റ്റോക്സ് എടുക്കും, സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യും. സോ അങ്ങനെ പല പല ഇത് ചെയ്യുന്ന ഒരു ട്രേഡാണ് ഞാൻ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനാക്ച്വലി ഗുണങ്ങളും ഉണ്ട്, യുനോ ദോഷവശം യാ 50-50 എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഇതിനിടയിൽ ഞാൻ ഫ്യൂച്ചേഴ്സ് ബേസിക്കലി ട്രേഡ് ചെയ്ത് ഞാൻ ഈ മാർക്കറ്റ് കണ്ടീഷനിൽ അത്യാവശ്യം ലോസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഞാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്ത് ഭയങ്കര വലിയൊരു ലോസ് ഞാൻ അത് വെച്ച് കവർ ചെയ്തു. ഓക്കെ, അതായത് ഓരോ ദിവസവും വളരെ ചെറിയ പ്രോഫിറ്റ് എടുത്ത് വളരെ ചെറിയ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ലോട്ട് സൈസ് വെച്ച് ട്രേഡ് ചെയ്ത് അതിനകത്ത് 1:2 1:3 എല്ലാം അടിച്ച് ഒരു വലിയ ലോസ് ഞാൻ കവറപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്കും ഒരു സ്റ്റോക്കിനകത്ത് ഞാനൊരു ട്രേഡ് എടുത്തു. സോ ആ ട്രേഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോസിലോട്ട് പോയി. ഓക്കെ, അതിനകത്ത് ഫ്യൂച്ചേഴ്സ്, ആ സ്റ്റോക്കിനകത്തും ഫ്യൂച്ചേഴ്സിനകത്തും ട്രേഡ് ഉണ്ടായിരുന്നു. സോ രണ്ടും ഓപ്പോസിറ്റായിട്ട് പോയി, ലോസിലേക്ക് പോകുന്നൊരു കണ്ടീഷനിൽ വന്നു. എനിക്കത് ഹ്യൂജ് ലോസായി. അതായത് ഒരു വലിയൊരു ലോസ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഏകദേശം ഒരു ആഴ്ചകൾ മാസങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തവും ആ ഒരൊറ്റ ട്രേഡിൽ വാഷ് ഔട്ടായി. നോട്ട് എ ഗുഡ്, ഒരു നല്ലൊരു ട്രേഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലത്, ഐ നോ. സോ ഇതാണ് നിങ്ങൾ ഒരിക്കലും
ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. ഓക്കെ, അതായത് 2 പോയിൻറ്റ്സ്. ഒന്ന് മെയിൻ പോയിൻ്റ്, ഓക്കെ യു ഷുഡ് നെവർ ലൂസ് മോർ ദാൻ യു മേക്ക്, അതെല്ലാവരും പറയുന്നതാണ്. രണ്ടാമത്തെ പോയിൻ്റ്, അത് ഞാനിപ്പം ആണ് ആക്ച്വലി പഠിച്ചത്. ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലോസ് എത്രയാണ് എന്ന് നമുക്ക് നേരത്തെ അറിയത്തില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ആ ട്രേഡിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എക്സാക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ട്രേഡ് എൻ്റെ രീതിക്ക് പോയില്ല എങ്കിൽ വാട്ട് ഈസ് മൈ മാക്സിമം ലോസ് എന്ന് യു ഷുഡ് നോ. ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് യു ഷുഡ് നോട്ട് ടേക്ക് ദാറ്റ് ട്രേഡ്. അതാണ് എനിക്ക് പറ്റിയത്. ഒരു പ്രോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെ SL വയ്ക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് അല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വെൻറ്റ് ഭയങ്കര ബാഡ്ലി ഫോർ മീ. സോ ദാറ്റ് ഈസ് മൈ, അത് ഞാൻ ആക്ച്വലി ഇപ്പം പഠിച്ച ഒരു കാര്യമാണ്. ഓക്കെ, യാ. സോ അതിനുശേഷം ഞാൻ ആക്ച്വലി ഒരു 2 ആഴ്ച ബ്രേക്ക് എടുത്തു കംപ്ലീറ്റ്ലി ഫ്രം ട്രേഡിങ്. അത് ഗുഡാണ്. അങ്ങനെ ബ്രേക്ക് എടുക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ, വെൽ ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ടുക്ക് എ ബ്രേക്ക്. യാ, ഒന്നാമതേ ഈ ട്രേഡിങ് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് വെരി ടഫ് ഫോർ മീ. അതിൻ്റെ കൂടെ അങ്ങനൊരു ലോസ് കൂടെ വന്നപ്പോഴത്തേക്കും ഐ കുഡൻറ്റ് പ്രോപ്പർലി മാനേജ് ഇറ്റ്. ആൻഡ് ഓൾസോ ആ ലോസ് വന്ന അന്ന് തന്നെ എനിക്ക് റിവെഞ്ച് ട്രേഡ് എടുക്കാനുള്ളൊരു ഒരു മെൻറ്റാലിറ്റി വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് നോട്ട് ഷുവർ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഡയറക്റ്റ്ലി മാർക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ അത് വരാതിരിക്കാനൂടെയാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. സോ ഐ എം നോട്ട് റിഗ്രറ്റിങ് ഇറ്റ് ഓർ എനിത്തിങ്. ഓക്കെ, സോ യാ, that is my trading story, short trading story. യെസ്, സോ റാൻഡമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഹോപ്പ് ഇത് ഇൻസൈറ്റ്ഫുൾ ആയി എന്ന്. താങ്ക് യു. See you on another video.